ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് സസ്പെൻസ് തുടരുന്നു. പദവിയിലേക്ക് ടിഡിപിയെ പിന്തുണച്ച് ഇന്ത്യ സഖ്യം രംഗത്ത് വന്നു. ടിഡിപി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം അറിയിച്ചു. ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന എൻഡിഎ യോഗത്തിലും ഈ വിഷയം ചർച്ചയായി. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ടേമിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതായത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ടേമുകളിലെ പോലെ സാധിക്കില്ല. ഘടകകക്ഷികളുടെ കൂടെ തീരുമാനത്തിനും അവരുടെ അഭിപ്രായങ്ങൾക്കുമൊക്കെ അത്രത്തോളം മൂല്യമുള്ള ഒരു സാഹചര്യമാണ്. ടിഡിപിയെ സ്പീക്കറാക്കണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഇന്ത്യ സഖ്യം കൂടി എത്തുമ്പോൾ അത് വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നില്ലേ ബി.ജെ.പി? എന്താണ് അവരുടെ ഒരു നിലപാട്? എങ്ങനെയാകാം ഈ രാഷ്ട്രീയ കളം ഇനി നീങ്ങുക? ഈ മൂന്നാം ടേമിലെ ആര്യ പറഞ്ഞ മോദിയുടെ ആ ദൗർബല്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ മുതലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ടിഡിപി സ്ഥാനാർത്ഥിയെ സ്പീക്കറായി ടിഡിപി സ്ഥാനാർത്ഥി വന്നാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്തിന്റെ പ്രസ്താവന. ടിഡിപി നേരത്തെ തന്നെ സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ജെഡിയു ആകട്ടെ ബി.ജെ.പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന പ്രസ്താവനയുമായി നേരത്തെ രംഗത്ത് വന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ ടിഡിപി ഇപ്പോഴും സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ വാജ്പേയി മന്ത്രിസഭയിലൊക്കെ ടിഡിപി സ്പീക്കർ സ്ഥാനത്ത് ഇടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. മറ്റൊരു പ്രശ്നം ഉള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ പലപ്പോഴും ആവർത്തിക്കുന്നത് സ്പീക്കർ സ്ഥാനം ബി.ജെ.പിക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ ടിഡിപി ജെഡിയു പോലുള്ള കക്ഷികളെ പിളർത്താൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ടിഡിപിയുടെ ഒരു പ്രസ്താവന വന്നത്. എൻഡിഎ സഖ്യം കൂട്ടായി വേണം സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനമെടുക്കാൻ, അല്ലാതെ ബി.ജെ.പി ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കരുത് എന്ന പ്രസ്താവന വന്നതുകൂടി ചേർത്തപ്പോഴാണ് ഇത്തരത്തിൽ എൻഡിഎയിൽ അസ്വാരസ്യം സൃഷ്ടിക്കാനായി പ്രതിപക്ഷം ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. അമിത്ഷായും നഡ്ഡയും ചിരാഗ് പാസ്വാനും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ആ യോഗത്തിൽ ഈ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ചർച്ച വന്നു എന്നാണ്. പക്ഷെ തീരുമാനം വ്യക്തമായി പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ എൻഡിഎയിലെ ഘടകകക്ഷികളായ ടിഡിപിക്കും ജെഡിയുവിനും വ്യത്യസ്ത നിലപാടുകൾ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാനാകുമെന്നാണ് എൻഡിഎയുടെ തീരുമാനം. എൻഡിഎയുടെ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ്. ഈ നിലപാട് ടിഡിപിയുടെ ഇപ്പോഴത്തെ അവരുടെ സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യവും അവർ കൂട്ടായി തീരുമാനിക്കണം എൻഡിഎ എന്ന നിലപാടും അത് മുതലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ഈ എൽ.ജെ.ഡി, ടിഡിപി, ജെഡിയു, എൽ.ജെ.പി, ആർ.എൽ.ഡി തുടങ്ങിയ സഖ്യകക്ഷികളെ പിളർത്താൻ ഇടയുണ്ട് എന്നാണ് സഞ്ജയ് റാവുത്ത് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനം ബി.ജെ.പി കിട്ടിയാൽ അങ്ങനെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അന്ന് ഇന്ത്യ സഖ്യം ഇനി ആ വിഷയത്തിൽ മുന്നോട്ടില്ല എന്ന് പറയുമ്പോഴും എൻഡിഎയിൽ ഉണ്ടാകുന്ന ഓരോ അസ്വസ്ഥതകളും അത് പ്രയോജനപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണം എന്ന ആവശ്യവും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നൽകിയില്ല എങ്കിൽ സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനാർത്ഥി അടക്കം നിർത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏതായാലും 26-നാണ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ അജണ്ട. അടുത്ത മാസം 3 വരെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ സമ്മേളനം നീളും. അതിനിടയ്ക്ക് നിരവധിയായ സസ്പെൻസുകൾ പ്രതീക്ഷിക്കാം. ആര്യ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്പീക്കർ പദവിയിൽ അത് ബി.ജെ.പി വരികയാണെന്നുണ്ടെങ്കിൽ ഈ നിലവിലെ ബി.ജെ.പിയുടെ ദൗർബല്യമാണല്ലോ ഇന്ത്യ സഖ്യം അത് മുതൽക്കൂട്ടാക്കാൻ നോക്കുന്നത്, ആയുധമാക്കാൻ നോക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ജെഡിയുവിനെയും ടിഡിപിയെയും ബി.ജെ.പി സ്പീക്കർ പദവിയിലേക്ക് എത്തുകയാണെങ്കിൽ ജെഡിയുവിനെയും ടിഡിപിയെയും പിളർത്തിക്കൊണ്ട് കുതിരക്കച്ചവടം നടത്തി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കാം. അത്തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടി ആലോചനയിലുണ്ടോ? നേരത്തെ ഈ അശോക് ഗെഹ്ലോട്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു തരത്തിലുള്ള പരാമർശമൊക്കെ നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. ആര്യ, ഏതായാലും ഇപ്പോൾ എൻ ഡി എ സഖ്യ സർക്കാരിൽ തൽക്കാലം പ്രതിസന്ധികളൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഘടകകക്ഷികളും ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊന്നും അതൃപ്തി അറിയിച്ച പശ്ചാത്തലമില്ല. നമുക്കറിയാം ടിഡിപി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു കഴിഞ്ഞു. അദ്ദേഹം കൂടുതലും പ്രതീക്ഷിക്കുന്നത് ആന്ധ്രയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികൾ തന്നെയാണ്. അതുപോലെ ജെഡിയു ആകട്ടെ നിതീഷ് കുമാറിന് തൽക്കാലം കേന്ദ്രത്തിൽ താല്പര്യമില്ല. അദ്ദേഹവും ഈ ബീഹാറുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പാക്കേജുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യം തുടർച്ചയായി പറയുന്ന കാര്യം ഈ സഖ്യകക്ഷികളെ പിളർത്താനുള്ള സാഹചര്യമാണ്. ബി.ജെ.പി തലത്തിലും ഇപ്പോൾ തൽക്കാലം അത്തരം ചില ആലോചനകളൊന്നുമില്ല. കാരണം ഈ സഖ്യത്തിന്റെ വിശ്വാസം സംബന്ധിച്ച് രാജ്നാഥ് സിംഗും ജെ.പി. നഡ്ഡയും അമിത്ഷായും ഒക്കെ പലതവണ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും
കിട്ടുന്ന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. അവിടെയാണ് ഈ സഞ്ജയ് റാവുത്ത് പോലെയുള്ള ശിവസേനയുടെ ഉദ്ധവ് പക്ഷ നേതാവ് മാത്രമാണ് ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല, മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ നേരത്തെ തന്നെ സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ സർക്കാർ രൂപീകരണത്തെ ശ്രമിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷി തന്നെയാണ് ശിവസേനയും മമതാ ബാനർജിയുമാണ് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് തൽക്കാലം അത്തരത്തിൽ ഇപ്പോഴത്തെ NDA സർക്കാരിനെ താഴെയിടാനുള്ള പദ്ധതികൾക്കൊന്നും തൽക്കാലം ആസൂത്രണം ചെയ്തിട്ടില്ല. അതൊരുപക്ഷെ ഭാവിയിൽ സംഭവിച്ചേക്കാം അത്തരം ചില നീക്കങ്ങൾ. പക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പ്, അതായത് അതടക്കമുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെ പരമാവധി മുതലെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.